എന്നാലും മമ്മി എന്നെ ഇട്ടച്ച് യുകെക്ക് പോയില്ലേ. മമ്മി പോയതൊക്കത്തിനെ കുറച്ച് സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. കാരണം അമ്മായിമ്മയൊന്നും ഇല്ലാത്തപ്പോഴല്ലേ നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റൂ. സോ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഷോപ്പിംഗ് ചെയ്ത് കൂട്ടി ഗൈസ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ കുറേ ദിവസം റെസ്റ്റിലായിരുന്നു കേട്ടോ, കാലിനൊക്കെ ആക്സിഡൻറ്റ് പറ്റിയിട്ട്. അപ്പം എന്താണല്ലോ എൻ്റെ സ്കിൻ നല്ല ഗ്ലോസി ആയിട്ടുണ്ട്, ടാനൊന്നും അടിക്കാതെ ഇരുന്നിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ രക്ഷയില്ല. ഞാൻ ഒരു ബൈക്ക് റൈഡറാണ്. സോ എനിക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെയാണ് എൻ്റെ സ്കിൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എൻ്റെ സ്കിന്നിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനെ ഇരിപ്പം ബോറാണ് ഗൈസ്. എനിക്ക് വയ്യ ഇങ്ങനെ ഇരിക്കാനായിട്ട്. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതേ ഇഷ്ടമില്ല. എനിക്ക് മിരുമിരുന്ന് ഓടി നടക്കുന്നതാണ് ഇഷ്ടം. എന്നാലും മമ്മി എന്നെ ഇട്ടച്ച് യുകെക്ക് പോയില്ലേ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പപ്പിക്ക് എന്നേക്കാളും ഇഷ്ടം ജോയിക്കുട്ടനാണ് കേട്ടോ. അതുകൊണ്ടാണ് മമ്മി എന്നെ ഇട്ടച്ച് യുകെക്ക് പോയത്. ഇറ്റ്സ് ഓക്കെ, നമ്മളെല്ലാം ലൈഫിൽ അക്സെപ്റ്റ് ചെയ്താലേ പറ്റൂ. അപ്പം മമ്മി പോയതൊക്കത്തിനെ കുറച്ച് സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. കാരണം അമ്മായിമ്മയൊന്നും ഇല്ലാത്തപ്പോഴല്ലേ നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റൂ. സോ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഷോപ്പിംഗ് ചെയ്ത് കൂട്ടി ഗൈസ്. 2 കമ്മലിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിള്ളിപ്പൊളിച്ച് നോക്കാം. ഇതെല്ലാം കണ്ടിട്ട് മമ്മി ഇന്ന് വൈകിട്ട് ഫോൺ വിളിക്കും മക്കളെ, അത് ഞാൻ കേൾക്കണം. എന്നാലും വേണ്ടില്ല, ഇതിന് തുറന്നിട്ട് തന്നെ കാര്യമുള്ളൂ. ഞാനിത് ഓൺലൈനിൽ ഇൻസ്റ്റ വഴി വാങ്ങിയതാണ്. എനിക്ക് ഈ 2 കമ്മൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഒബ്സഷൻ തോന്നി. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പിന്നെ അത് വാങ്ങാതിരിക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ ആ കമ്മൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇത് എന്നെ പോലെ വിചിത്രമായ ആളുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന കമ്മലാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്താണേലും കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് ഹെവി ആയിരിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എങ്ങനെയായിരിക്കും, ഹെവി ആയിരിക്കുമോ അതോ നോർമൽ ആയിരിക്കുമോ? എനിവേ മമ്മി ഈ വീഡിയോ ഒക്കെ കണ്ട് യുകെയിൽ ഇരുന്ന് നല്ല തെറിയായിരിക്കും എന്നെ പറയുന്നത്. എന്നാലും വേണ്ടില്ല. കട്ട് ചെയ്യാൻ ഒരു കുന്ത്രാണ്ടോ ഇല്ലല്ലോ എൻ്റെ കയ്യിൽ. എന്ത് വെച്ച് ഞാൻ കട്ട് ചെയ്യും? അപ്പം ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന കാത്രികയാണ് കേട്ടോ കൈസ്. ഇത് വെച്ചെങ്കിൽ ഇത് വെച്ച് എങ്ങനെയും ഇതൊന്ന് കിള്ളി പൊളിച്ചെടുത്തേ പറ്റുക. ഇതെന്തിനാണ് ഇമാതിരി പാക്കിങ് ചെയ്യുന്നവര്? കമ്മലിൻ്റെ കുറച്ചൊക്കെ ഞാൻ കണ്ടു തുടങ്ങി കേട്ടോ. എൻ്റെ അമ്മച്ചേ, എൻ്റെ ഈ കമ്മൽ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ഗൈസ്, ഞെട്ടിപ്പോവും. കാരണം ഇത് ഭയങ്കര ഹെവിയാണ്. ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തുറക്കാം. ഒരേ മോഡൽ 2 കളർ കമ്മൽ വാങ്ങുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? അങ്ങനെ ഒരാളാണ് ഞാൻ. ഇത് രണ്ടും സെയിം മോഡലാണ്. നല്ല ഹെവിയാണ് മാം. കമ്മലൊന്നുമല്ല, എനിക്ക് ബബിൾസ് കുറച്ച് പൊട്ടിച്ചാലേ ഒരു ആത്മസംതൃപ്തി ഉള്ളൂ. കമ്മൽ കാണാം. യെല്ലോ കളർ കമ്മൽ ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ച് നടക്കാറുണ്ട്. എനിക്ക് കിട്ടിയിട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ കുറച്ച് ഹെവി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടില്ല. അതില്ല. ഇനി നമുക്ക് ഇട്ടോക്കാം. ഓ മാൻ, ഇത് കണ്ടോ എന്ത് ഹെവിയാന്ന് നോക്കിയാൽ. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എസ്പെഷ്യലി വൈറ്റ് ആൻഡ് യെല്ലോ കളർ ഡ്രസ്സിൻ്റെ കൂടെ നല്ല രസമായിരിക്കും. നമുക്കിത് ഇട്ട് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എൻ്റെ അമ്മോ, ഇത്ര ഹെവി ആയിരുന്നു ഈ കമ്മല്. ഞാൻ പടത്തിൽ കണ്ടപ്പോൾ ഓർത്തില്ലാട്ടോ ഇത്ര ഹെവി ആണെന്ന്. പക്ഷെ രസമുണ്ടല്ലേ. അമ്മേ, അമ്പോ, ശരിക്കും ഇപ്പൊ ഒരു ഹിന്ദിക്കാരിയെ പോലെ ഇല്ലേ ഞാൻ എന്നെ കണ്ടിട്ട്. ഇതിങ്ങനെ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ട് കാര്യമില്ല. ഇത് യെല്ലോ ഡ്രസ്സിൻ്റെ കൂടെ ഇടണം, എന്നാലേ ഭംഗിയുള്ളൂ. പിന്നെ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഒരു കാര്യമില്ലാതാണ് എനിക്ക് തോന്നുന്നത്. മുടി അഴിച്ചിട്ടാണോ ഭംഗി? കുറച്ച് ലെങ്തിൽ ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെച്ച് ഈ കമ്മൽ ഇടുന്നതായിരിക്കും കുറച്ചൊരു ഭംഗി. ഇങ്ങനെ അടിപൊളിയല്ലേ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് കമ്മലാണ്. അത് മൾട്ടി കളറാണ്. അപ്പോൾ ഈ മൾട്ടി കളറും യെല്ലോ കളറും ഒന്നും എനിക്ക് അധികം കിട്ടാനില്ലാത്ത ഒരു റെയർ പീസായിട്ട് തോന്നി. അതുകൊണ്ടാണ് 2 എണ്ണം വാങ്ങിയത്, 2 എണ്ണം. അപ്പോൾ ഇങ്ങനത്തെ ഇയറിങ്സ് എപ്പോഴും കുറച്ച് വൈഡ് നെക്ക് ചുരിദാറിൻ്റെ കൂടെ ആയിരിക്കും കൂടുതലും മാച്ച് ആവുക. പിന്നെ സ്ലീവ്ലെസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്.
സ്ലീവ്ലെസ് ചുരിദാറിൻ്റെ കൂടെയാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഹിയറിങ്സ് എടുക്കുന്നതിന് കുഴപ്പമില്ല, നല്ല ഹെവിയാണ്, ടൂ മച്ച് ആയിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ ഒരു ഓർണമെൻറ്റ്സും ഇടാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പീസും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇട്ട് നോക്കാം. 1/2 കിലോ ആണ്, 1/2 കിലോ ചെവിയിൽ നിന്ന് മാറിയത് ഊരിപ്പോൾ. പിന്നെ അടുത്തത് ഇതിൻ്റെ മൾട്ടി കളറാണ് ഞാൻ വാങ്ങിയത്. ഇത് കണ്ടോ, മൾട്ടി കളറിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് ഇടാൻ പറ്റും. ഇതാണ് നമ്മുടെ മൾട്ടി കളർ വന്നിട്ട്. ഇഷ്ടമായിട്ടോ, എനിക്ക് രണ്ടും ഇഷ്ടമായി. ഇതുപോലത്തെ ഇയറിങ്സ് ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ചുരിദാറാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ള ചുരിദാർ ഇടുക, സാരി ആണെങ്കിൽ സിമ്പിളായിട്ട് അധികം വർക്കില്ലാത്ത സാരി ചൂസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി എടുത്ത് എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ വേറെ ജുവലറീസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കൂടെ. പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ റിങ്ങും കൂടി കയ്യിൽ കൊടുക്കാം, നെയിൽ എക്സ്റ്റൻഷൻ വയ്ക്കാം. ഇപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എലഗൻറ്റ് ലുക്കാവും. അധികം ഓർണമെൻറ്റ്സ് വലിച്ചു വാരി ഇടാതിരിക്കുകയാണ് ഇങ്ങനത്തെ കമ്മലുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതാണോ ഇഷ്ടമായത്, മഞ്ഞാണോ മൾട്ടി കളറാണോ ഇഷ്ടമായത്? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ബൈ.